അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ട്രൈബൽ ഫണ്ട് ചെലവഴിച്ചതിലെ ക്രമക്കേട് വിജിലൻസ് അന്വേഷിക്കുവാൻ തീരുമാനം. താലൂക്ക് ആശുപത്രിയിലെ ട്രൈബൽ ഫണ്ട് ചെലവഴിച്ചതിലെ ക്രമക്കേട് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷിക്കുവാൻ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനിച്ചു. ബുധനാഴ്ച നടന്ന കമ്മിറ്റിയിലാണ് തീരുമാനം. കോടികളുടെ തട്ടിപ്പ് ഒരു പതിറ്റാണ്ടിൽ കൂടുതലായി നടക്കുന്നതായി കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ട്രൈബൽ ഫണ്ട് ചിലവഴിച്ചതിലെ ക്രമക്കേട് സംബന്ധിച്ച് വിജിലൻസ് അന്വേഷിക്കുവാൻ അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനിച്ചതായി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കോയാമ്പാട്ട് പറഞ്ഞു. ബുധനാഴ്ച നടന്ന കമ്മിറ്റിയിലാണ് തീരുമാനം. താലൂക്ക് ആശുപത്രിയിൽ അഡ്മിറ്റാകുന്ന ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട രോഗികൾക്കും കൂട്ടിരിക്കുന്നയാൾക്കും സർക്കാർ ഫണ്ടിൽ നിന്നാണ് ഭക്ഷണ ചെലവ് നൽകി വരുന്നത്. കാലങ്ങളായി ഇതാണ് രീതി. ഒരു ദിവസം 365 രൂപയാണ് ഇവർക്കായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. എന്നാൽ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ഒരു പതിറ്റാണ്ടിൽ കൂടുതലായി ആഴ്ചയിൽ 3 ദിവസത്തിൽ കൂടുതൽ വിവിധ സന്നദ്ധ സംഘടനകളും പല ക്ലബ്ബുകളും എല്ലാ നേരവും ഭക്ഷണം നൽകുന്നുണ്ട്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച എല്ലാ രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും ഈ ഭക്ഷണം സൗജന്യമായി ലഭിക്കും. ഇങ്ങനെ ഭക്ഷണം ലഭിക്കുന്ന ദിവസങ്ങളിലും ട്രൈബൽ രോഗികളുടെ ബില്ല് കൃത്യമായി മാറിയിട്ടുള്ളതായി അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇവർ നടത്തിയ പരിശോധനയിൽ ഇത് സത്യമാണെന്നും കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബുധനാഴ്ച നടന്ന കമ്മിറ്റിയിൽ അടിയന്തരമായി വിഷയം ചർച്ച ചെയ്തതായും കോയാമ്പാട്ട് പറഞ്ഞു. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ട രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും സർക്കാർ അനുവദിച്ച് നൽകിയിട്ടുള്ള പ്രതിദിനമുള്ള ഭക്ഷണ വിതരണത്തിൽ വലിയ ക്രമക്കേട് നടന്നതായി പൊതുവെ ആരോപണം നിലനിൽക്കുകയാണ്. കൂട്ടിരിപ്പുകാർക്കും ഭക്ഷണം അതുപോലെ തന്നെ രോഗികൾക്കും ഏതാണ്ട് പ്രതിദിനം 300ഓളം രൂപയുടെ ഭക്ഷണമാണ് ക്യാൻറ്റീനിൽ നിന്ന് സൗജന്യമായി കൊടുക്കേണ്ടത്. പലപ്പോഴും ആശുപത്രിയിൽ മറ്റ് സന്നദ്ധ സംഘടനകൾ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവുമെല്ലാം ഭക്ഷണ വിതരണം നടത്തുന്ന ദിവസങ്ങളിൽ പോലും ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം കൊടുത്തതായി ബില്ലുണ്ടാക്കി പൈസ തട്ടിയതായിട്ടാണ് ആരോപണം. ഇതിനെക്കുറിച്ച് ഗൗരവമായി അന്വേഷിക്കണമെന്നും യഥാർത്ഥ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഇന്നലെ ചേർന്ന യോഗത്തിൽ ഈ കേസിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ വിജിലൻസിന് വിടാൻ തീരുമാനിച്ചു. ഈ ട്രൈബൽ ഫണ്ട് തിരിമറി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷിക്കണമെന്ന ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനം പാസാക്കുകയും ചെയ്യുകയായിരുന്നു. ചില ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളും ആശുപത്രി വികസന സമിതി അംഗങ്ങളും ഈ ക്രമക്കേടിന് കൂട്ടുനിൽക്കുന്നതായും ആരോപണമുയർന്നിട്ടുണ്ട്. ബുധനാഴ്ച നടന്ന കമ്മിറ്റിയിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കോയാമ്പാട്ട് ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടു. തുടർന്ന് കമ്മിറ്റിയിൽ വിഷയം ചർച്ച ചെയ്തു. എല്ലാ അംഗങ്ങളും തീരുമാനത്തോട് യോജിക്കുകയും ചെയ്തു. ഇത്തരത്തിലൊരു തട്ടിപ്പ് നടക്കുന്നതായി ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയിലെ ചില അംഗങ്ങൾക്ക് നേരത്തെ സൂചന ലഭിച്ചിരുന്നു. തുടർന്ന് മാസങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന ബില്ലുകൾ കമ്മിറ്റി അംഗങ്ങൾ പരിശോധിച്ചു. ബില്ലുകൾ എഴുതിയിട്ടുള്ള പല ദിവസങ്ങളിലും ആശുപത്രിയിൽ സൗജന്യ ഭക്ഷണ വിതരണം ഉണ്ടായിരുന്നതായി മനസ്സിലാക്കി. ഇതോടെയാണ് കോടികളുടെ തട്ടിപ്പ് ഒരു പതിറ്റാണ്ടിൽ കൂടുതലായി നടക്കുന്നതായി കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടത്. ശരാശരി ആശുപത്രിയിൽ ദിവസവും 15 മുതൽ 20 വരെ ട്രൈബൽ രോഗികൾ കിടത്തി ചികിത്സ തേടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, അടിമാലി.